മസാല ദോശ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഒരു പാൻ ചീനച്ചട്ടി വെച്ചു, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു, ഇത്തിരി കഴുകിട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പൊട്ടിക്കോട്ടെ. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് ഇടുന്നില്ല ഞാൻ. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഞാനൊരു 1.5 സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഒരു വലുതും പിന്നെ ഒരു ചെറിയ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുത്തു. പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. ഞാൻ ഇഞ്ചി ഉണ്ട് ഒരു കഷ്ണം, അത് പിന്നെ ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അത് വെന്തിട്ടുണ്ട്. കുക്കറിലിട്ട് അങ്ങോട്ട് വേവിച്ചു, അപ്പോൾ വേഗം വെന്തു. അപ്പോൾ അതിൻ്റെ സ്കിൻ മാറ്റണം. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ മസാല ദോശയല്ല കേട്ടോ. മസാല ദോശ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇനി ഇതിലൊരു നുള്ളും മഞ്ഞൾപ്പൊടി ഒന്നും ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതാ അപ്പോൾ ഇത് ഒരുവിധം പഴന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി, ഒരു കളറിന്. പിന്നെ ഇതിൽ ബീട്രൂട്ട് ഇടുകയാണെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയാവും കേട്ടോ. ഞാൻ ഇവിടെ ബീട്രൂട്ട് ഇല്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. ബീട്രൂട്ടാണെങ്കിലും ശരീരത്തിനാണെങ്കിലും നല്ല സംഭവമാണല്ലോ. പിന്നെ അതവിടെ ഞാനിത് കൊണ്ട് ഞാനിപ്പോൾ എനിക്ക് സ്മാഷറില്ല, അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഈ ഫോർക്ക് കൊണ്ട് ഇതങ്ങനെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കും. അപ്പോൾ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചൊന്നും വേണ്ട, കുറച്ച്. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അത് റെഡിയാവും കേട്ടോ. അപ്പോൾ ഒന്ന് ജ്യൂസി മാതിരിയാവും. അപ്പോൾ ഞാൻ ആ മസാല ദോശയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല, നന്നായിട്ട് അടച്ച് വെക്കാൻ എന്നിട്ട് നമുക്ക് കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്നിട്ട് ദോശ ഉണ്ടാക്കണം. ഇതൊന്ന് തിളച്ചോട്ടെ കേട്ടോ. അപ്പം നമ്മുടെ മസാല ദോശയുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഉണ്ട്, ഞാൻ എടുത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്കെടുക്കാൻ മടിയായിട്ടാണ് ഇപ്പോൾ. ഞാൻ മടിച്ചാണ് ചില സമയത്ത് കേട്ടോ. ചിലപ്പോൾ എനിക്ക് കുഴപ്പമില്ല. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. മസാല ദോശയ്ക്കുള്ള ദോശ ഞാൻ പരത്തിയിട്ടുണ്ട്. ഇതിൽ നെയ്യിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. നെയ്യ് ദോശ. അപ്പോൾ ഞാനിതേ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. മസാല ഇതൊന്നെടുത്ത് ഇട്ടു ഇതിലേക്ക്. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡിയായി. ചട്നി കൂട്ടിയാണ് കഴിക്കണത്. ചമ്മന്തിപ്പൊടി ഉണ്ട്, പിന്നെ സാമ്പാറും ഉണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് എല്ലാം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളി ഇതാ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കണേ കണ്ടോ. ക്രിസ്പി ഇതങ്ങനെ അങ്ങോട്ട് എടുത്തു, ഇതിലിത്തിരി മുക്കി ഒരു രക്ഷയില്ല കേട്ടോ. ഓ എന്താ ടേസ്റ്റ്.